ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗെയിമർ ഗോസ്റ്റ്. നിങ്ങൾ സ്വന്തം ഗോസ്റ്റ് തന്നെ ഗൈസ്. ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറയുന്നത് ജാവയിലാണ്. കുറേ നാൾക്ക് ശേഷമാണ് ജാവ വന്നേക്കുന്നത്. സോ ഗൈസ്, ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഫ്രോക്ക്മാൻ എന്നാണ് ചാനലിൻ്റെ പേര്. തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ തുടങ്ങിയാൽ ഞാൻ ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. പിന്നെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നെക്സോറ SMBയിലേക്കാണ്. ഇതൊരു യൂട്യൂബർ സെർവറാണ്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സുള്ള സെർവറാണ്. നന്നായിട്ട് ആക്റ്റീവായ സെർവറാണ്. കാരണം ഇപ്പോൾ ലോഞ്ചിനന്ന് തന്നെ എത്ര 7-8 പേര് എന്തോ സെർവറിൽ ഉണ്ട്. അത്ര പേര് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സെർവർ ലോഞ്ചായിട്ട് കുറേ നേരമായി, വൈകിട്ടായി ഗൈസ്. ഇപ്പോഴത്തെ സെർവർ ആക്റ്റീവാണ്. കാരണം ഇതിപ്പോൾ ചോറ് കഴിക്കുന്ന ടൈമാണ് ഗൈസ്. അതായത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന ടൈമാണ്. ഇന്ന് വലിയ ആക്റ്റീവാണ് സെർവർ. ഇത്ര പേരെങ്കിലും ഉണ്ട്. പക്ഷേ ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റേതായതുകൊണ്ട്. പിന്നെ ഞാൻ വന്നൊരു ജാവയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് റീപ്ലേ എടുക്കും ഗൈസ്. ആദ്യമായിട്ടുള്ള റീപ്ലേ ആണ്. അത് ഇപ്പോൾ ആളോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ റീപ്ലേ എടുക്കുന്നത്. ഇത് നമ്മളെ ബണ്ണി ടെക്കി തന്നെ പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ റീപ്ലേ എടുക്കുന്നത്. എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കറിയില്ല. അങ്ങോട്ടേ ഒക്കെ ഇരിക്കും, ഇങ്ങോട്ടും ഒക്കെ ഇരിക്കും. സോ ഞാൻ വീട് പണിഞ്ഞിട്ട് കാണിക്കാം ഗൈസ് നിങ്ങളെ. അപ്പോൾ നിങ്ങൾ പോയി ആ റീപ്ലേ അങ്ങ് കണ്ടിട്ടുവാ. ഗൈസ്, നിങ്ങൾ ഈ റീപ്ലേ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ റീപ്ലേ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഗൈസ് പറയുന്നത്. അതായത് റീപ്ലേ എടുക്കുന്നതിന് മുമ്പാണ് ഗൈസ് പറയുന്നത്. അത് ഞാൻ ചെറിയൊരു ഇഷ്യൂ കാരണം അങ്ങനെ പറയുന്നതാണ്. സോ നമ്മൾ ആദ്യം ഡയമണ്ട് ആർമർ ആയി ഗൈസ്. പിന്നെയാണ് നമ്മൾ ആദ്യം ഡയമണ്ട് ആർമർ ആയി. പിന്നെ ഞാൻ ട്രയൽ ചേമ്പർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാം പോയി ഗൈസ്. പിന്നെ നമ്മൾ കോപ്പറിലേക്ക് വരേണ്ടി വന്നു. പിന്നെ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സ്ഥലം. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ വാൾട്ടർനെക്സിൻ്റെ വീടുണ്ട്. ഇപ്പുറത്ത് ആ ഫോറസ്റ്റിന് അങ്ങോട്ട് വാൾട്ടർനെക്സിൻ്റെ വീടുണ്ട്. എൻ്റെ ടീമേറ്റ് വരുന്നത് എഫ് ഗെയിമിംഗ് ആണ്. എഫ് ഗെയിമിംഗ് ആയിരുന്നു അവിടെ ടീമേറ്റ് വരുന്നത്. സോ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുമെന്നറിയില്ല. നമ്മുടെ വീട് ഇഷ്ടപ്പെടില്ലേ പൊളിച്ചളയാം. നമ്മൾ ചുമ്മാ ഒന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് നമ്മളെ വീട് വയ്ക്കുന്നത്. അടുത്ത പാർട്ടി നമ്മളെ വീടിൻ്റെ റൂഫ് എല്ലാം കെട്ടി ഫുള്ള് സെറ്റാക്കി കാണിക്കും. എന്നിട്ട് നമുക്ക് ബ്രീഡർ സെറ്റാക്കണം ഗൈസ്. ഇവിടെ ബ്രീഡർ സെറ്റാക്കണം ഗൈസ്. ഇത് ഞാൻ ഇനി നമ്മുടെ ആക്ഷൻ സ്റ്റഫിൻ്റെ ഡിസ്പ്ലേ കുറച്ച് നാൾ ലേറ്റ് ആവും ഗൈസ്. കാരണം ഇതൊരു സംഭവിച്ച് എൻ്റെ വേൾഡൊക്കെ അടിച്ചു പോയിരിക്കുകയാണ്. നമുക്ക് ബാക്ക് ആക്കണമെങ്കിൽ കുറച്ച് നേരം എടുക്കും ഗൈസ്. അപ്പോൾ നമ്മളെ വാൾട്ടർ നമ്മളെ സർവറിൽ വന്നിട്ടുണ്ട്. വാൾട്ടർ സർവർ വന്നിട്ടുണ്ട്. ഓജി കുറച്ച് ആർമറൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇല്ലാതായിപ്പോവും. അപ്പോൾ കുറച്ച് ആർമറൊക്കെ നമ്മൾ സ്മെൽറ്റ് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വാൾട്ടർ വന്നായിരുന്നു ഗൈസ്. വാൾട്ടർ വന്നിട്ട് ഞാനും വാൾട്ടറുമായിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ സർവറിലുള്ള കൂൾ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ /പിൻ കമാൻഡാണ്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ്. നമ്മൾ ഇങ്ങനെയാണ് ഹെലികോപ്റ്റർ യൂസ്. ഇപ്പോൾ വാൾട്ടറിനൊന്ന് കറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ വാൾട്ടർ കറങ്ങുമായിരിക്കും. ഇപ്പോൾ വാൾട്ടറെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് വളാൻ അടുത്ത നമുക്ക് ഇൻവിസിബിൾ ആവാം ഗൈസ്. ഇൻവിസിബിൾ ആവാം നമുക്ക്. അടുത്ത ഇൻവിസിബിൾ നമ്മൾ /ലേ അടിച്ചാൽ നമ്മൾ ഇൻവിസിബിൾ ആവും ഗൈസ്. ഒന്ന് കാണിച്ചാൽ /സ്വിങ് അടിച്ചാൽ നമ്മളെ കൈ ഇങ്ങനെ കിടന്ന് കറങ്ങും. /ലേ അടിക്കണം ഗൈസ്, എന്നാലേ ഇത് വർക്കാവും. /സ്വിങ് അടിക്കണം. സ്വിങ് അടിച്ചാൽ നമ്മുടെ കൈ ഒന്ന് കറങ്ങും ഗൈസ്. കാണിച്ചുതരാം. കണ്ടോ കൈ കറങ്ങിയത്? കണ്ടോ /സ്വിങ് കൈ ഇറങ്ങിയത് കണ്ടോ? പിന്നെ ഇനി അടുത്ത
ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ് നമ്മുടെ സെർവറിൽ. ലേ ബാക്ക് അടിച്ചാൽ നോക്കൂ എടാ, ഞാൻ മറകടിച്ച് വേണേ അയ്യോ ആരെങ്കിലും രക്ഷിക്കടേ ചത്തേ അയ്യോ കേട്ടാ മറകളിച്ച് വീഴും ഗൈസ്. അപ്പോൾ